കാസർഗോഡ് മടിക്കൈ ബംഗളത്ത് ഇടിമിന്നലേറ്റ് വൃദ്ധൻ മരിച്ചു. ബംഗളം പുതിയ കണ്ടത്തെ കീലത്ത് ബാലനാണ് മരിച്ചത്. ചെറുവത്തൂർ മീൻകടവ് പുഴയിൽ വീണ വൃദ്ധ മരിച്ചു. അച്ചാം സ്വദേശിനി പി വെള്ളച്ചിയാണ് മരിച്ചത്. വിവരങ്ങളുമായി ഷഫീഖ് നസറുള്ള ചേരുന്നു. ഷഫീഖ്, ആരൊക്കെയാണ് മരിച്ചത്? എങ്ങനെയാണ് മരണം? വൈകുന്നേരം മുതൽ നല്ല മഴയാണ്, ഇടിമിന്നലോട് കൂടിയ മഴയാണ് പരക്കെ അനുഭവപ്പെടുന്നത്. കാസർഗോഡ് മടിക്കയിലെ ബംഗളത്താണ് ഇടിമിന്നലേറ്റ് വയോധികൻ മരണപ്പെട്ടു. ബംഗളം പുതിയ കണ്ടത്തെ ബാലനാണ് മരിച്ചത്. 70 വയസ്സുണ്ട്. വൈകുന്നേരം ആണ് ഈ ശക്തമായ മഴയുണ്ടായത്. ആ സമയത്തുണ്ടായ ഇടിമിന്നലേറ്റാണ് ബാലൻ മരിച്ചത്. വീട്ടുപറമ്പിലായിരുന്നു ആ സമയത്ത് ബാലൻ ഉണ്ടായിരുന്നത്. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല. ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന വഴിയിൽ വെച്ചാണ് മരണം സംഭവിച്ചത്. അതോടൊപ്പം ചെറുവത്തൂർ മീൻകടവ് പുഴയിൽ വീണ് വയോധിക മരിച്ചു. അറ്റാം സ്വദേശിനി പി വെള്ളച്ചി 65 വയസ്സാണുള്ളത്. അവര് അബദ്ധത്തിൽ ഈ വെള്ളത്തിൽ വീഴുകയായിരുന്നു. കഴിഞ്ഞ 3 മാസമായി മീൻകടവിലുള്ള സഹോദരിയുടെ വീട്ടിലാണ് ഈ വെള്ളച്ചി താമസിക്കുന്നത്. മീൻകടവ് പുഴയിൽ അബദ്ധത്തിൽ ആ വഴിയിൽ നിൽക്കുമ്പോൾ അബദ്ധത്തിൽ വെള്ളത്തിൽ വീഴുകയായിരുന്നു. ചെറുവത്തൂർ മീൻകടവിലാണ് ഇത്തരം ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. ഇന്ന് വൈകുന്നേരവും രാത്രിയും നല്ല മഴയുണ്ടായിരുന്നു. ഇന്ന് പകൽ സമയത്ത് നല്ല കാലാവസ്ഥയാണെങ്കിലും വൈകുന്നേരത്തോടുകൂടി കാസർഗോഡ് ജില്ലയിൽ പരക്കെ മഴ പെയ്യുന്ന ഒരു അവസ്ഥയുണ്ട്. ശക്തമായ ഇടിയും മിന്നലും കാസർഗോഡിന്റെ പല ഭാഗത്തും അനുഭവപ്പെടുന്നു. ശരി ഷഫീഖ്. കാസർഗോഡ് ഇടിമിന്നലേറ്റ ഒരാൾ മരിച്ചിരിക്കുകയാണ്.